നമുക്ക് മധ്യകേരളത്തിലേക്ക് ഒന്ന് വന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. UDF-ഉമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കി ഇന്ന് തന്നെ പ്രഖ്യാപനം നടത്താനാണ് നീക്കം. ഇടുക്കി, ഏറ്റുമാനൂർ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. എന്നാൽ മറ്റ് സീറ്റുകളുടെ കാര്യത്തിൽ ചർച്ച തുടരുകയാണ്. ജോസഫ് മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്നും ഇന്നറിയാം. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയും 13 സീറ്റ് എന്ന ആവശ്യം ഉന്നയിച്ച് ജോസ് കെ മാണി രംഗത്ത് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏതെങ്കിലും സീറ്റുകൾ വേണം എന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശ്രീത്ത് തയ്യാറാണ്. ശ്രീത്ത്, നമുക്ക് കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരാം. ജോസഫും ജോസും ഒരുപോലെ പ്രതിസന്ധിയിലാണ്. കാരണം ജോസഫിൻ്റെ 2 സീറ്റുകൾ കോൺഗ്രസ് കൊണ്ടുപോയി. ജോസിൻ്റെ ഒരു സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് കിട്ടിയില്ല. LDF അല്ലെങ്കിൽ CPM ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പ് നൽകുന്നില്ല. ആദ്യം നമുക്ക് ജോസഫിലേക്കൊന്ന് പോയാൽ PJ ജോസഫ് മത്സരിക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതിന് പകരം മകനെ അവിടെ അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒപ്പം ഈ ഏറ്റുമാനൂരും ഇടുക്കിയും വിട്ടുകൊടുക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു സീറ്റ് കൂടി വേണമെന്നുള്ള ആവശ്യം ജോസഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? ധാരണയായിട്ടില്ല രഞ്ജിത്ത്. പക്ഷേ സീറ്റ് വേണമെന്ന ആവശ്യം അവർ അതിശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. പ്രത്യേകിച്ച് പൂഞ്ഞാർ സീറ്റാണ് ഏറ്റുമാനൂർ സീറ്റിന് പകരമായി അവർ ചോദിക്കുന്നത്. ഇക്കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് ഇന്നലെ PJ ജോസഫ് വ്യക്തമാക്കിയത്. പക്ഷേ അതിനനുസരിച്ച് ഒരു സീറ്റ് വിഭജനത്തിൽ ഒരു അന്തിമമായ വ്യക്തത ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഈ പകൽ ദിനം കൊണ്ട് അതുണ്ടാകും എന്ന പ്രതീക്ഷയാണ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ളത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതുകൂടിയാണ്. അതായത് PJ ജോസഫ് ഏതാണ്ട് 10 പതിറ്റാണ്ടുകളായി മത്സരിച്ചിരുന്ന മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുമോ എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 6 മാസം മുൻപ് തന്നെ നമ്മൾ ഉൾപ്പെടെ കൊടുത്ത വാർത്ത അബു ജോസഫ് സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ്. കാരണം PJ രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ വിരമിക്കുന്നു, ആരോഗ്യപരമായ പ്രായാധിക്യമൊക്കെ കൊണ്ട്. പക്ഷേ പിന്നീട് ഈ സമീപകാലത്ത് പുറത്തു വന്ന വിവരമാണ് അദ്ദേഹം അങ്ങനെ പിൻവാങ്ങാൻ ഈ ഘട്ടത്തിൽ തയ്യാറല്ല എന്നുള്ളത്. അതുകൊണ്ടുകൂടിയാണ് അക്കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായത്. എന്തായാലും PJ ജോസഫ് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പുറത്ത് ഒരു യുവ സ്ഥാനാർത്ഥിയെയാണ് കേരള കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത്. സിറിയക് ചാഴിക്കാടനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. തൊട്ടിപ്പുറത്തും അതുകൊണ്ട് തന്നെ അത്രയധികം പ്രായമുള്ള 80 കഴിഞ്ഞ ഒരാൾ വേണോ അതോ അബു ജോസഫിനെ ഇറക്കണോ എന്ന തരത്തിലുള്ള തന്ത്രമുണ്ട്. പക്ഷേ PJ ജോസഫിനെ സംബന്ധിച്ച പ്രായാധിക്യം ഒരു പ്രശ്നമല്ല. ആ മണ്ഡലത്തിൽ അത്രയും സുപരിചിതനാണ്. വ്യക്തിബന്ധങ്ങളും ആ പാർട്ടിക്കൊക്കെ ഉൾപ്പെടെയുള്ള ബന്ധങ്ങളും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അതവിടെ നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ എന്നിരുന്നാൽ തന്നെയും അബുവിനെ കളത്തിലിറക്കാനുള്ള ഒരു നീക്കം ജോസഫിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും അവസാന ഘട്ടത്തിൽ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. പിന്നെ ഒന്ന് കുട്ടനാട് സീറ്റാണ്. കുട്ടനാട് സീറ്റിനെ സംബന്ധിച്ച് അത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ഇടയ്ക്ക് ചില വാർത്തകൾ വന്നിരുന്നതാണ്. പക്ഷെ അവിടെ ആരെത്തും? കോൺഗ്രസ് ഏറ്റെടുക്കാതെ ജോസഫ് ഗ്രൂപ്പിന് തന്നെ കൊടുക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചങ്ങനാശ്ശേരിയിൽ വിനു ജോബിന്റെ പേരാണ്, തൃക്കുടിത്താനം ഡിവിഷൻ കൗൺസിലർ, ജില്ലാ പഞ്ചായത്തിലെ കൗൺസിലർ, അദ്ദേഹത്തിന്റെ പേരാണുള്ളത്. അദ്ദേഹത്തെ തന്നെ പ്രഖ്യാപിക്കും അതോ VJ ലാലിയെ പോലുള്ളവർ, ജോബിൻ കൊട്ടാരത്തിലെ പോലുള്ളവരൊക്കെ സീറ്റ് കാത്തിരിക്കുന്നവർ ഉണ്ട്. അങ്ങനെയുള്ളവരിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതും കാത്തിരിക്കണം. നമുക്ക് ജോസിലേക്ക് വന്നാൽ ജോസിന് 13ാമതൊരു സീറ്റ് വേണം. അവർ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ആന്റണി രാജുവിനെതിരായ വിധി വന്നാൽ തിരുവനന്തപുരം സെൻട്രൽ കിട്ടുമെന്നൊക്കെയുള്ളതാണ്. പക്ഷേ 12 സീറ്റിൽ തന്നെ ഒതുക്കാനുള്ള നീക്കമായിരിക്കുമല്ലോ സ്വാഭാവികമായും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 13 സീറ്റ് ആദ്യം നൽകിയെങ്കിലും പിന്നീട് 12ലേക്ക് അവരെത്തുന്നു. കുറ്റ്യാടി സീറ്റ് തിരികെ കൊടുക്കുന്നു. അന്ന് തന്നെ അവർ പറഞ്ഞതാണ് ആ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് 13 സീറ്റ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലും, അതായത് 12 സീറ്റിലെ പ്രഖ്യാപനം നടത്തിയ ശേഷം പോലും ഇപ്പുറത്ത് ജോസ് കെ മാണി ആ നിലപാടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകമായി ചോദിച്ചത് തിരുവനന്തപുരം സെൻട്രൽ സീറ്റാണോ പ്രതീക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിനല്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അതിലേതെങ്കിലും ഒരു സീറ്റ് എന്ന നിലപാടാണ് ജോസ് കെ മാണി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സമ്മർദ്ദ തന്ത്രം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീക്ഷ ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് അധിക സീറ്റിന് CPM കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കാനുള്ള സാധ്യത കാണാൻ വയ്യ എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.